സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് കാവേരി എൻജിൻ സത്യത്തിൽ ഇതെന്താണ് എന്ന് ആദ്യം ഞാൻ തന്നെ ഒന്ന് എന്താ സംഭവം ഇത് എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ കാവേരി എൻജിൻ? ഇതിനു വേണ്ടി എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ബഹളം ഉണ്ടാക്കുന്നത്? ഈ കാവേരി എന്ന് പറയുന്ന പേര് നമുക്ക് പരിചിതമാണല്ലോ. കാവേരി നദി. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ഇന്ത്യ ആയിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. സംഭവം അത് തന്നെയാണ്. ഇത് ഒരു വിമാന എഞ്ചിനാണ്. നമ്മുടെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അവരുടെ കീഴിൽ GTRE, ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം 1980 നിർമ്മിച്ചെടുത്ത ഒരു വിമാന എഞ്ചിനാണ് ഈ കാവേരി എഞ്ചിൻ. അപ്പോൾ അത് ഇന്ത്യയിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ശൈശവ ദശയിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ഈ വിമാനം അതേപോലെയുള്ള അതിസങ്കീർണമായ യന്ത്ര സംവിധാനങ്ങളുള്ളതാണ് ഈ വിമാന എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ടൊരു എഞ്ചിൻ ഉണ്ടാക്കുന്നതിന് ഒരുപാട് റിസർച്ചും അതുപോലെ പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒരുപാട് വേണ്ടി വരും. കാര്യം ആത്യന്തികമായി ഈ സാധനം മേളിൽ പറക്കുക മാത്രമല്ല, അപ്പോൾ പറപ്പിക്കുന്നയാളുടെ ജീവനും താഴെയുള്ളവരുടെ ജീവനും ഒരേപോലെ നോക്കണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ വലിയ അപകടം ഉണ്ടാക്കിയേക്കും. അപ്പോൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് വൻ പണച്ചെലവ് വേണം. ഇപ്പോൾ 1980 കാലയളവ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ അത്ര വികസിത രാജ്യമായിട്ടില്ല. ആ സമയത്ത് സാമ്പത്തിക ഞെരുക്കം ഇന്ത്യക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഈ കാവേരി എഞ്ചിൻ്റെ ഈ ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് കാര്യമായി പുരോഗതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സമീപകാലത്താണ് ഈ കാവേരി എഞ്ചിൻ്റെ നിരീക്ഷണവും അതേപോലുള്ള പരീക്ഷണമൊക്കെ വീണ്ടും ആരംഭിച്ചത്. ഏതാണ്ട് നമ്മുടെ തേജസ് വിമാനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ തദ്ദേശീയമായി ഉണ്ടാക്കിയെടുത്ത ആദ്യത്തെ ഫൈറ്റർ ജെറ്റാണ് തേജസ്. DRDO തന്നെയാണ് അതും ഡിസൈൻ ചെയ്തത്. നമ്മുടെ ബാംഗ്ലൂരാണ് അതിൻ്റെ നിർമ്മാണവും നടക്കുന്നത്. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം ഉപയോഗിച്ച അവരുടെ വിമാനമായ അതായത് LCA, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അതാണ് തേജസ്. അതിനു വേണ്ടി ഉപയോഗിച്ചത് ഈ കാവേരി എഞ്ചിനാണ്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ചില പോരായ്മകൾ കൊണ്ട് ഈ തേജസ്സിന് ഈ കാവേരി എഞ്ചിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. പകരം അമേരിക്കൻ കമ്പനിയായ GE അവരുടെ എഞ്ചിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാവേരി എഞ്ചിൻ തദ്ദേശീയമായി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിനെ പുനഃസൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഇന്ത്യയുടെ എക്കാലത്തെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് കാര്യമായ പണം മുടക്കാനോ അതിൻ്റെ കാര്യങ്ങളായിട്ട് നടപടികളായിട്ട് നീങ്ങാനായിട്ട് ഒരുപാട് ഇഴച്ചിലുകളുണ്ടായി. സാങ്കേതിക സംവിധാനം അല്ലെങ്കിൽ ഇതിൻ്റെ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് വാങ്ങാനായിട്ടുള്ള ഫണ്ടില്ലാത്തത് ഒരു പ്രശ്നമായി. അവസാനം നമ്മൾ ഫ്രാൻസിൻ്റെ സഹായം തേടി. ഫ്രാൻസിൻ്റെ അവിടുന്ന് എഞ്ചിനീയർമാരുടെ അവരുടെ ഉപദേശം തേടി. അതും ഒരുപാട് വൈകിയതിന് ശേഷമാണ്. പിന്നീടാണ് ഇപ്പോൾ റഷ്യയിലാണ് ഇപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. ഏതാണ്ട് 25 മണിക്കൂറത്തെ പരീക്ഷണം കൂടി ഇനി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ 25 മണിക്കൂർ തുടർച്ചയായിട്ടല്ല, അത് കൃത്യമായി അതിന് സ്ലോട്ട് അനുവദിച്ച് അവരുടെയും കൂടി ഒരു സൗകര്യം നോക്കി പതുക്കെ അത് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നു. ഈ സംഗതി, ഈ കാവേരി എഞ്ചിൻ സക്സസ്ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പോൾ യുദ്ധവിമാനങ്ങളെല്ലാം ഏറെക്കുറെ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളെ ഇപ്പോൾ റഫേൽ നമ്മൾ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നത് പോലെ ഇനി അത്തരം വലിയ പ്രൊജക്റ്റുകളൊക്കെ പരമാവധി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് അംഗീകാരം കൊടുത്തത്. ഏതാണ്ട് 10 വർഷം നീണ്ടുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അതിനൂതനമായ എഞ്ചിനും ഇവിടെ തന്നെ നിർമ്മിക്കാനെ കുറിച്ചാണ് ആലോചന. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ കാവേരി എഞ്ചിൻ അത് ഫലപ്രദമായി അത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ റാഫേൽ അടക്കമുള്ള വിമാനങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ റാഫേലിനേക്കാൾ കടത്തിവെട്ടുന്ന രീതിയിൽ നമ്മുടെ സ്വന്തം വിമാനമായ തേജസ് പ്രകടനം നടത്തിയെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ നമ്മൾ ഈ വിദേശ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ നിർമ്മിത ഇത്തരം യന്ത്രസാമഗ്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ വലിയ രീതിയിലുള്ളൊരു പണച്ചെലവ് ഉണ്ടാവും. അത് മാത്രമല്ല, അവരുടെയും കൂടി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തേജസ്സിന് ഉപയോഗിക്കുന്ന GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ എഞ്ചിനാണ്. പക്ഷേ നമ്മുടെ ആവശ്യത്തിനനുസൃതമായി സാധനം സപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ കുറേ അധികം വിമാന എഞ്ചിനുകൾ ആവശ്യപ്പെട്ടാലും അവർ ഈ GE എന്ന് പറയുന്ന ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല പല രാജ്യങ്ങൾക്ക് വേണ്ടി വിമാന എഞ്ചിൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് കിട്ടുന്നുമില്ല, അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുകയും വേണം.
ഈ ഒരു സാഹചര്യത്തിലാണ് തദ്ദേശീയമായി തന്നെ ഈ എഞ്ചിൻ വേണം എന്നുള്ളൊരു ആവശ്യം വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ ഈ 1980-കളിൽ നമ്മൾ ചർച്ച ചെയ്തതും പിന്നീട് നമ്മൾ ഓർമ്മകളിൽ വിസ്മരിക്കപ്പെട്ടതുമായ ഈ കാവേരി എഞ്ചിൻ, ബ്രിങ് ബാക്ക് കാവേരി എഞ്ചിൻ എന്ന തലത്തിൽ #ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഈ ഇതിനു വേണ്ടി പണം മുടക്കാൻ സർക്കാരിനില്ലെങ്കിൽ തങ്ങൾ സ്വന്തം നിലയിൽ കാശ് കൊടുത്തുകൊള്ളാം, ഫണ്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതൊരു വൈകാരിക പ്രശ്നം കൂടിയുണ്ട് ഇതിൽ. കാരണം നമ്മൾ സ്വന്തം സംഗതി ഇവിടെ ഉണ്ടാക്കുന്നു. നമുക്ക് ഇപ്പോൾ അത്തരം സംവിധാനങ്ങളുടെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള പുതിയൊരു സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ചൈന ഇന്ത്യക്കെതിരെ എപ്പോഴും അവസരം നോക്കി കാത്തിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശും പതുക്കെ പത്തി ഉയർത്തി തുടങ്ങി. അപ്പോൾ നമുക്ക് യുദ്ധസന്നാഹങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി തദ്ദേശീയമായിട്ടുള്ള ഇത്തരം സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാവേരി എഞ്ചിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ ബ്രഹ്മോസ് വാങ്ങാൻ 18 രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങളെക്കാൾ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ ഉള്ളത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഏറിയ പങ്കും ഈ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ ഒക്കെയാണ്. ഈ ആയുധങ്ങളെല്ലാം അവിടെ രൂപകൽപ്പന ചെയ്യുന്നത് അവരുടെ ഒരു പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും. ആ സാഹചര്യങ്ങളും കാര്യങ്ങളും ആയിരിക്കില്ല ഇന്ത്യൻ സാഹചര്യത്തിലുള്ളത്. ഇപ്പോൾ ചില വിദേശ നിർമ്മിത കാറുകൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവിടെ ടോപ്പായിട്ട് ഓടുന്ന കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ പരാജയപ്പെടുന്ന ഒരു അനുഭവമാണ്. അതേ പ്രശ്നം തന്നെയാണ് ഈ യുദ്ധോപകരണങ്ങൾക്കും ഉള്ളത്. ഇപ്പോൾ റാഫേൽ അടക്കമുള്ള അത്യാധുനിക വിമാനങ്ങൾ ഉണ്ടായിട്ട് പോലും തേജസിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നത് കാരണം ആ ഡിസൈനിങ്ങിലുള്ള പ്രശ്നമാണ്. അത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ രീതിയിൽ നിർമ്മിക്കപ്പെട്ടതല്ല അത്തരം വിമാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളും നമ്മുടെ സ്വന്തം പ്രത്യേകതകളും പരിഗണിച്ചിട്ടുള്ള ഡിസൈനും അതേപോലെയുള്ള സംഗതികൾ ഇവിടെ വേണം. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കാവേരി എഞ്ചിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കാവേരി എഞ്ചിൻ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസിനെ കുറിച്ച് അന്വേഷണം വരുന്നത് പോലെ ഈ കാവേരി എഞ്ചിൻ അത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവരും വരാൻ സാധ്യതയുണ്ട്. ഈ കാവേരി എഞ്ചിനുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ എന്താണ് ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നത്? അതായത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു ലേഖനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വായിച്ചു തരാം. സാമ്പത്തിക ഞെരുക്കം, പ്രൊജക്ട് മാനേജ്മെൻറ്റിൻ്റെ നടത്തിപ്പിലെ അപാകതകൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നേരിട്ട കാലതാമസം എന്നിവയെല്ലാം കാവേരി എഞ്ചിൻ്റെ വികസനത്തിന് തിരിച്ചടിയായി. നിർത്തിയ ഇടത്തു നിന്ന് കാവേരി എഞ്ചിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണമെന്നും അതിനുവേണ്ടി കൂടുതൽ ടാക്സ് നൽകാൻ വരെ തയ്യാറാണെന്നും നെറ്റിസൺസ് പറയുന്നു. അപ്പോൾ ഇതാണ് സംഗതി. അതായത് ഒരു പ്രാദേശികവാദവും ഒരു ദേശീയ വികാരവും ഒക്കെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അതായത് മറ്റുള്ള രാജ്യങ്ങളെ എന്തിനു ആശ്രയിക്കും? നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിന് പൈസ മുടക്കാൻ തയ്യാറില്ലെങ്കിൽ ഞങ്ങൾ മുടക്കിക്കോളാം. ഇതാണ് നെറ്റിസൺസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സർക്കാർ നിന്ന് തന്നാൽ മതി, എത്ര കോടി വേണമെങ്കിലും ഞങ്ങൾ ചെലവാക്കാം. കാവേരി എഞ്ചിൻ അതായത് ഒരു യുദ്ധ സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ദേശീയ ബോധവും അത്തരം വികാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണരും. അതിൻ്റെയും കൂടി ഒരു പ്രതിഫലനമാണ്.